എവരിവൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിൻ്റെ 4 സ്റ്റേജസ് കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ ആൻസർ കീസ് വന്നു. അതുപോലെ തന്നെ മെയിൻസിൻ്റെ എക്സാം ഡേറ്റും വന്നു. ഇനി ഉടനെ തന്നെ നമുക്ക് റിസൾട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. മാർച്ച് ലാസ്റ്റോടുകൂടിയൊക്കെ തന്നെ നമുക്ക് എന്തായാലും റിസൾട്ടും പബ്ലിഷ് ആയിരിക്കും. അപ്പോൾ റിസൾട്ട് വന്നിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമോശമായി പോകത്തേ ഉള്ളൂ. നമ്മൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. അപ്പം മെയിലാണ് നമുക്ക് എക്സാം എന്നറിയാം. അപ്പോൾ ഇനിയും നമുക്ക് 2.5 മാസത്തോളം സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എക്സാമിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പം മെയിൻസ് ആരൊക്കെ പഠിച്ചു തുടങ്ങണം എന്ന് ഇപ്പോഴും പലർക്കും സംശയം ഉണ്ടായിരിക്കും. 60 to 65 മാർക്സ് വാങ്ങിച്ചവരൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. 60 or 65 ആയിരിക്കില്ല കട്ട് ഓഫ് എന്തായാലും 70+ വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. പിന്നെ നമുക്ക് നോർമലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ 65 or 60 ഒക്കെ വാങ്ങിച്ചവർക്ക് കുറച്ച് മാർക്ക് എക്സ്ട്രാ കിട്ടിയിട്ട് നമുക്ക് കട്ട് ഓഫ് കടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങൾ ഒരു ആവറേജ് ആയിട്ട് 60-65 മാർക്ക് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ഘട്ടം എഴുതിയവരതും പരീക്ഷകൾ ടഫ്നെസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം എന്തായാലും ടഫ്നെസ് കൂടിയവർക്ക് കുറച്ച് നോർമലൈസേഷൻ കൂടുതൽ കിട്ടും. ഈസി എക്സാം ഉള്ളവർക്ക് എന്താണ് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് കാണും അവിടെ തന്നെ. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പഠനത്തിലേക്ക് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 10th മെയിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. 50 days സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 days സ്റ്റഡി പ്ലാൻ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ബാക്കി നമുക്കൊരു 20 days കിട്ടും. അത് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ഹാളിലിരുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പഠിച്ച് നന്നായിട്ട് തന്നെ ആദ്യം പഠിക്കുക, അതിനുശേഷം റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതുവരെയും പഠിച്ച് തുടങ്ങാത്തവർ ഇന്ന് തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. യാതൊരുവിധ പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് മാർച്ച് 10 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇന്നാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനായിട്ട് താല്പര്യം തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 10 വരേക്കും വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടേതായിട്ടുള്ള Day 1 Day 2 എഴുതിയെങ്കിൽ പഠിച്ചു പോയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു പ്ലാനിൽ വീക്ക്ലി പ്ലാനിനോടൊപ്പം തന്നെ ഡെയിലി സബ്ജക്ട്സുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡെയിലി നിങ്ങൾ എന്തൊക്കെ സബ്ജക്ട്സുകളാണ് പഠിച്ച് തീർക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് ആ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് മാർച്ച് 10 തൊട്ട് മാർച്ച് 16 വരെയാണ്. അതിൽ സൺഡേ വരുന്നത് ഒരു റിവിഷൻ ഡേ ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 10th പഠിക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷൻ, ഹരിത വിപ്ലവം, INCയുടെ രൂപീകരണമാണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ് ആദ്യം നമ്മൾ തീർക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് വളരെ എളുപ്പമാണ് പഠിച്ചു തീർക്കാനായിട്ട്. 5 മാർക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഹരിത വിപ്ലവം PSCയുടെ ഒരു ഇഷ്ട ടോപ്പിക്കാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. അതിനകത്ത് കിട്ടുന്ന മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ INCയുടെ രൂപീകരണം. INCയുടെ പ്രസിഡന്റുമാരെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഓരോ പ്രസിഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഒക്കെ നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി മാർച്ച് 11 പഠിക്കാനുള്ളത് ഐക്യകേരള രൂപീകരണം, ഭൂപടങ്ങൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് PSCയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി 12 ആകുമ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ ഇത്രയുമാണ് 12 പഠിക്കാനുള്ളത്. സമുദ്രവും സമുദ്ര ചലനങ്ങളും IT ആക്ട് ആണ് 13 കൊടുത്തിരിക്കുന്നത്. 14 വിവരാവകാശ നിയമം, വിദൂര സംവേദനം, GIS. അതുപോലെ 15 ആകുമ്പോൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഇത് പഠിക്കുമ്പോഴത്തേക്കും നവോത്ഥാന നായകരെ കുറിച്ചിട്ട് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നവോത്ഥാന നായകരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ PSCക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നവോത്ഥാന നായകരുണ്ട്. അവരുടെ കാര്യങ്ങൾ മാത്രം പഠിച്ചത്, എല്ലാ നവോത്ഥാന നായകരെയും ഇരുന്ന് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തുകൊണ്ടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അപ്പം കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ആ ഒരു ദിവസം കേരള ഹിസ്റ്ററി മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് 6 ദിവസത്തേക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ അത് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു വീക്കിൽ ഓരോ ദിവസം തന്നിരിക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് അന്നന്ന ദിവസങ്ങളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക നിങ്ങൾ. പിന്നെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ കാണും, അത് നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പഠിച്ചു തരും. അപ്പം ബാക്കിയുള്ള ടോപ്പിക്കുകൾ അതിൻ്റെ കൂടെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നിപ്പം സമുദ്ര ചലനങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ദിവസത്തെ തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ദിവസത്തെയുള്ള ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സമയ ലാഭമുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ റിവിഷൻ ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ മനസ്സിലായില്ല, അങ്ങനെയൊക്കെ
ടൈം ടേബിളിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ട് നിങ്ങളുടേതായിട്ട് രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒരു വീക്ക്ലി ടൈം ടേബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകിൽ ടൈം ടേബിളിൽ ടോപ്പിക്സുകൾ ഫോക്കസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. ഓരോ ദിവസം ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്തു പോവുക. അങ്ങനെ പഠിച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവുക. എന്തായാലും നോൺ ജി കെ പോർഷൻസിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നോൺ ജി കെ എന്ന് പറയുന്നത്. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെ വരണം എന്ന് തീരുമാനിക്കുന്നത് നോൺ ജി കെ ആണ്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പോലും നോൺ ജി കെ നമ്മൾ ഒരുപാട് സഹായിക്കും. 30 വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 30 വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സ്കോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം നോൺ ജി കെ വീക്കിലി പ്ലാൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് പഠിക്കാം. ഇവിടെ ഇന്ന് ഈ ഒരു ആഴ്ചയിൽ കൊടുത്തിരിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾസ്, സിനോണിംസ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കാനുള്ളത്. മലയാളത്തിൽ നിന്ന് പര്യായങ്ങളാണ് പഠിക്കുന്നത്. മാത്സ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പിന്നെ സംഖ്യകളും ദശാംശ സംഖ്യകളും എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് മാത്രമാണ് നമുക്ക് കുറച്ചധികം ടോപ്പിക്സ് ഉള്ളത്. കാരണം ഇംഗ്ലീഷിൽ വൊക്കാബുലറിയും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഗ്രാമറും പഠിക്കാനുണ്ട്. രണ്ടിനും ഒരേപോലെ വെയിറ്റേജ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചധികം ടോപ്പിക്സുകൾ പഠിക്കാനുണ്ട്. മലയാളത്തെ സംബന്ധിച്ചും കുറച്ച് ടോപ്പിക്കുകളുള്ളൂ, പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പോർഷനാണ്. മാത്സും നമ്മൾ അത്യാവശ്യം കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വീക്ക് 2ലേക്ക് വരുമ്പോൾ വീക്ക് 2 മാർച്ച് 17 മുതൽ 23 വരെയാണ് വീക്ക് 2 എന്ന് പറയുന്നത്. 17-ാം തീയതി എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ. 18-ാം തീയതിയിലേക്ക് പഠിക്കേണ്ടത് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, മലയാള സിനിമ, മലയാള പത്രം എന്നിവയെ കുറിച്ചിട്ടാണ്. ഇനി 19-ാം തീയതി പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, സൈബർ ക്രൈംസ്, ഒളിമ്പിക്സ്. ഈ പ്രൊട്ടക്ഷൻ നമ്മുടെ ആക്ട്സ് പഠിക്കുമ്പോഴത്തേക്ക് ചിൽഡ്രൻ, വുമൺ, സീനിയർ സിറ്റിസൺ ഇതെല്ലാം തന്നെ സിവിക്സിലും വരുന്ന പോർഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലബ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ആ 2 ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എന്നുള്ള പോർഷനും കംപ്ലീറ്റ് ആവും, അതുപോലെ തന്നെ സിവിക്സിലുള്ള പോർഷനും കംപ്ലീറ്റ് ആവും. അപ്പം കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഇവിടെ വുമൻ്റെ കാര്യം പറയുമ്പോൾ കമ്മീഷൻസ് മാത്രമല്ല, ഡൗറി പ്രൊട്ടക്ഷൻ ആക്ടും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും അതെല്ലാം തന്നെ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ സൈബർ ക്രൈംസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഒളിമ്പിക്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഗെയിംസും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നാഷണൽ ഗെയിംസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഈ പറയുന്ന കാര്യങ്ങളും കൂടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പിന്നീട് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ഡേ ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ പഠിച്ചു തീർക്കാൻ അന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ സമയം എന്തായാലും കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അതിനകത്ത് വെന്യൂസ്, അപ്കമിങ് വെന്യൂസ് എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ നടന്നിട്ടുള്ളതിനകത്തുള്ള ജേതാക്കളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ബേസിക് ഫാക്ട്സ് ഒന്ന് നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയും പഠിക്കുമ്പോൾ തന്നെ ആ ഒരു സ്പോർട്സ് മേഖലയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 20-ാം തീയതി പഠിക്കാനുള്ളതാണ് അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മേഖലയാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതിൻ്റെ കൂടെ പഠിക്കാം. വേൾഡ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് 10th ലെവൽ എക്സാംസിന് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് വേൾഡ് ഹിസ്റ്ററി കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി മാർച്ച് 21 ലോസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, SC ST മൈനോറിറ്റീസ്. ആ ഒരു വൾണറബിൾ സെക്ഷൻ്റെ അവിടെയാണ് സിവിൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ SC ST അട്രോസിറ്റീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. SC ST കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ ഇവരെയൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പോയിന്റ്സുകൾ, അത്രയും ടോപ്പിക്കുകൾ അവിടെ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒറ്റ ദിവസത്തിൽ അത്രയും പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കാം. അപ്പോൾ ഒരു ടോപ്പിക്കേ ഉള്ളൂ അന്ന് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ സമയം കളയരുത്. പഠിക്കാനായിട്ട് ഒരു ടോപ്പിക്ക് തരുമ്പോൾ അതിന് അത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഇനി മാർച്ച് 22-നാണെന്നുണ്ടെങ്കിൽ താപനിലയും ഋതുക്കളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. വിഷുവങ്ങൾ അങ്ങനെയൊക്കെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ, അതൊക്കെയാണ്. നന്നായിട്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻസ് വരാറുള്ള മേഖലയും കൂടെയാണ് ജോഗ്രഫിയിൽ നിന്ന് ഈ പറയുന്ന താപനിലയും ഋതുക്കൾ എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളുമാണ്. എളുപ്പമുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞായറാഴ്ച വരുന്നത് എന്താണ്, നമ്മുടെ റിവിഷൻ ഡേ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ റിവൈസും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഡെയിലി ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വീക്ക് 2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഇംഗ്ലീഷ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ആന്റണിംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സെന്റൻസും ഓക്സിലറി വെർബ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റപ്പദം മലയാളത്തിൽ നിന്ന് പഠിക്കുക. അതുപോലെ പെർസെൻറ്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസും മാത്സിൽ നിന്ന് പഠിക്കുക. അപ്പോൾ ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി വീക്ക് 3 എന്ന് പറയുന്നത് മാർച്ച് 24 മുതൽ
മാർച്ച് 30 വരെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വീക്ക് 3 എന്ന് പറയുന്നത്. അതോടുകൂടി മാർച്ചിലുള്ള കംപ്ലീറ്റ് ഓൾമോസ്റ്റ് പോർഷൻസ് നമ്മൾ കഴിയുകയാണ്. അപ്പം മാർച്ച് 24 പഠിക്കേണ്ടത് പാറകളും അതുപോലെ തന്നെ ഭൂരൂപങ്ങളുമാണ്. റോക്സിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഇഗ്നീസ് റോക്സ് വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ, കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഭൂരൂപങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടല്ല പഠിക്കേണ്ടത്, ഓരോന്നും എന്ത് ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് എക്സാമ്പിൾസ് വൈസ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എക്സാമ്പിൾസ് ആണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം ഭൂഗർഭജലം ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്, സമുദ്രതീരങ്ങൾ ഉണ്ടാക്കുന്ന സമുദ്രജലം ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ ഓരോന്നും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി 25-നാണെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസസ്, സ്പോർട്സിൽ ബാക്കി നിങ്ങൾക്കുള്ളത് കേട്ടോ പഠിക്കേണ്ടത്. നെറ്റ്വർക്ക് ഡിവൈസസ് ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. സ്പോർട്സിൽ ബാക്കി പഠിക്കാനുള്ളത് നമുക്ക് ഈ വെന്യൂസ് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ എത്ര പ്ലെയേഴ്സാണ് ഓരോ ഗെയിംസിലും കളിക്കുന്നത്, അതുപോലെ ഓരോ ട്രോഫീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്ന് കണ്ടിട്ടുള്ളത്, ടേംസുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി 26 ബ്രിട്ടീഷ് ആധിപത്യവും 1-ാം സ്വാതന്ത്ര്യ സമരവുമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്, കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്തതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. ഇനി 27 എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളുമാണ്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും. പിന്നെ അവിടെ പദ്ധതികൾ പഠിക്കുക. പദ്ധതികൾ PSCയിൽ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് കറണ്ടായിട്ടുള്ള പദ്ധതികളും കൂടെ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നീതി ആയോഗ് കറക്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ്. നീതി ആയോഗ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 28-ാം തീയതി പഠിക്കേണ്ടത് ആഗോള പ്രശ്നങ്ങളാണ്. ആഗോള താപനം വരുന്നുണ്ട്, വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത് ജോഗ്രഫി ടോപ്പിക്കും സയൻസ് ടോപ്പിക്കും കൂടെ കമ്പൈൻ ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളും പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരേപോലുള്ള ടോപ്പിക്കുകളെല്ലാം ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇനി 29-ാം തീയതി സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുമാണ്. മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ പഠിക്കേണ്ടത് നാറ്റ് നന്നായിട്ട് തന്നെ നോക്കി വെച്ചിരിക്കുക കേട്ടോ. നാറ്റ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. 30-ാം തീയതി റിവിഷനാണ്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇത് ഇത്രയും വരുന്നത് വൊക്കാബുലറി പോർഷൻസ് ആണ്. അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടോ അല്ലാതെ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 3 വീക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 4, 5, 6, 7, 7 വീക്കുണ്ട്. അപ്പോൾ അത് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.